ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രി ബേസ് ചെയ്തുള്ള അഡ്മിഷനുകളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുമായി ബേസ് ചെയ്തിട്ട് 4 ഇയർ UG പ്രോഗ്രാം അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഇയർ മുതൽ 4 വർഷ കോഴ്സാണ് ഡിഗ്രിക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി പറയാം. സർവകലാശാല പഠന വകുപ്പുകളിൽ BBA ഓണോ വിത്ത് റിസർച്ച് ഉൾപ്പെടെ 16 മേജർ പ്രോഗ്രാമുകൾ, 51 മൈനർ കോഴ്സുകൾ. അഫിലിയേറ്റഡ് കോളേജുകളിൽ 63 മേജർ പ്രോഗ്രാമുകളിൽ വൈവിധ്യമാർന്ന 200-ൽ പരം മൈനർ കോഴ്സുകൾ, സ്പെഷ്യലൈസേഷനുകളും. അതുപോലെ 12 ഇൻ്റർ ഡിസിപ്ലിനറി മേജർ കോഴ്സുകൾ. സ്റ്റുഡൻസിന് അവരുടെ അഭിരുചിക്കനുസരിച്ച് മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് 5 സെമസ്റ്റർ, അതായത് 2.5 വർഷം കൊണ്ട് ഡിഗ്രിയും 7 സെമസ്റ്ററുകൾ, അതായത് 3.5 വർഷം കൊണ്ട് ഓണേഴ്സ് ഡിഗ്രിയും നേടാം. ഇനി ഹോണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് കേവലം 1 വർഷം കൊണ്ട് PG കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു 4 ഇയർ കോഴ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും കാര്യങ്ങളും എന്ന് പറയുന്നത്. സോ 5 സെമസ്റ്റർ കൊണ്ട് ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സെമസ്റ്റർ 2.5 വർഷം കൊണ്ട് ഡിഗ്രിയും 7 സെമസ്റ്റർ 3.5 വർഷം കൊണ്ട് ഹോണേഴ്സ് ഡിഗ്രിയും നേടാം. അതുപോലെ ഹോണേഴ്സ് ഡിഗ്രി നേടിയ ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു കോഴ്സിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു UG ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ഡെമോ സഹിതം നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഫൈനൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ചാനലിലൂടെ തന്നെ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ആൻഡ് മറ്റുള്ള ഡീറ്റെയിൽസും അലോട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനായിട്ടുള്ളത്, പല വിദ്യാർത്ഥികളും കോളേജുകളുടെ പേരൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കോളേജുകൾ നേരിട്ട് കണ്ടിട്ടൊന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനൽ AS മീഡിയ ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോളേജസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേക സെക്ഷൻ ഉണ്ട്. അതിൽ എല്ലാ കോളേജുകളുടെയും ഒട്ടുമിക്ക കോളേജുകളുടെയും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ വിഷയത്തിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ആൾസോ ഓരോ കോഴ്സുകളും ഏതൊക്കെ കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകം സെക്ഷൻസ് ബൈ സെക്ഷനായിട്ട് ഓരോ കോഴ്സിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ചാനലിൻ്റെ പ്ലേലിസ്റ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു UG ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് 2024 അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് മെയിനായിട്ടും രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയുള്ള വ്യക്തികൾക്കാണ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. OEC അതുപോലെ ജനറൽ കാറ്റഗറിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 23 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അഡ്മിഷന് വേണ്ടിയിട്ട്. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഓൺലൈൻ അഡ്മിഷൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. സോ ഇതിനു മുമ്പുള്ള ഇയേഴ്സിൽ ഈ ഒരു ഏജ് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ നൽകിയിട്ടുള്ള പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഏജ് ഡിവൈഡ് ചെയ്ത് തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകം തന്നെ അവർ ഏജ് കാണിച്ചിട്ടുണ്ട്. അപ്പം OEC ജനറൽ കാറ്റഗറിക്കാർക്ക് അല്ലെങ്കിൽ OBC ജനറൽ കാറ്റഗറിക്കാർക്ക് 23 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ SC ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 25 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ www.admission.keralauniversity.ac.in ചെല്ലുക. അതിൽ നിങ്ങൾക്ക് ഒരു ടാബ് കാണാൻ സാധിക്കും. UG PG CS എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അഡ്മിഷൻ ടാബ് കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു UGയുടെ രജിസ്ട്രേഷൻ ഇത് സെലക്ട് ചെയ്യുമ്പം അതിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടാബ് ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്ന ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആ ഒരു ഇതാണ് വരിക, ഇൻ്റർഫേസാണ് വരിക. അവിടെ എക്സാം ബോർഡ്, രജിസ്റ്റർ നമ്പർ, ഏത് ഇയറാണ് പാസ്സായത്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ള കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക.
ഓക്കെ, ദെൻ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പാസ്വേഡ് എന്ന് പറയുമ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അതാണ് നിങ്ങളുടെ പാസ്വേഡ്. ഓക്കെ, സോ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ ഫോണിൽ തന്നെ സേവ് ചെയ്തിടുക. കാരണം ഇത് നമുക്ക് മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ചെയ്ത് നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒന്നുകൂടി ആ ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. ആ ലോഗിൻ എന്ന് കണ്ടെടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ റോബോട്ടിക് കാര്യം ചോദിക്കുന്നുണ്ടാകും, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കേണ്ട ടാബ് വരും. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബാക്ക് പോകാനായിട്ട് പാടില്ല. അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ബാക്ക് അടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ പോകുന്നതായിരിക്കും. ഒരിക്കലും നിങ്ങൾ ബാക്ക് അടിക്കാനായിട്ട് പാടില്ല. ആ കാര്യം മെയിനായിട്ടും ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഇൻ്റർവ്യൂസ് ആണ് വരിക. അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. അത് എങ്ങനെയാണോ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റിലുള്ള പേര്, ആ പേര് തന്നെ തെറ്റാതെ കൊടുക്കണം. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. ദെൻ കേരളൈറ്റ് ആണോ എന്നുള്ള കാര്യം, നിങ്ങൾ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന വ്യക്തിയാണോ അല്ലയോ എന്നുള്ള കാര്യം കൊടുക്കുക. നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ ആണോ എന്നുള്ള കാര്യം കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഥവാ നിങ്ങൾ പാസ്വേഡൊക്കെ മറന്നു പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത്, അത് റിക്കവർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് മൊബൈൽ നമ്പറിലേക്കൊക്കെ ആയിരിക്കും മെസ്സേജ് വരിക, OTP വരിക. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, വർക്കിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ തന്നെ സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ ആ ഒരു മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. ഇതിൽ OTP വരും, കൺഫേം ആക്കുക. നിങ്ങൾക്ക് ലാൻഡ് നമ്പേഴ്സും മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ദെൻ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. പിന്നീട് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ അച്ഛൻ്റെ പേര്, നെയിം ഓഫ് ഫാദർ ഓർ ഗാർഡിയൻ കൊടുക്കുക. റിലീജിയൻ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. കാസ്റ്റ് ചോദിക്കും, അത് കൊടുക്കണം. ആൻഡ് whether criminal, select the criminal or non-criminal. If the candidate choose non-criminal, he or she to submit certificate to support the claim at the time of admission. Admission സമയത്ത് non-criminal ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കാസ്റ്റ് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഏത് കാറ്റഗറി ആണെന്നുള്ളത് കാസ്റ്റിൻ്റെ ഇതിൽ വെച്ചിട്ട് റിസർവേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് കാറ്റഗറി ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ കൊടുക്കുക. OEC ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. EWS ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ആൻഡ് സ്പെഷ്യൽ വെയിറ്റേജ്, അതായത് NCC, NSS, SPC, എക്സ് സർവീസ്മാൻ, വിഡോസ് ഓർ ചിൽഡ്രൻ ഓഫ് ജവാൻസ് ആൻഡ് എക്സ് സർവീസ്മാൻ, ഈ ഒരു കാറ്റഗറിയിലുള്ള സ്പെഷ്യൽ വെയിറ്റേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഡ്മിഷൻ ടൈമിൽ ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രത്യേകം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡിഫറെൻ്റ്ലി ഏബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. റിസർവേഷൻ ഫോർ നോമിനീസ്, ദെൻ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഡീറ്റെയിൽസിൻ്റെ പേജിൽ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇതിനകത്ത് സേവ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അക്കാഡമിക് പ്രൊഫൈൽ അക്കാഡമിക് പ്രൊഫൈൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഇതാണ് വരിക. അപ്പോൾ അതിൽ മെയിനായിട്ടും ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ, റെഗുലർ, പാർട്ട് ടൈം ഓർ ഓപ്പൺ സ്കൂൾ ആണെന്നുള്ള കാര്യം കൊടുക്കുക. നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചെന്നുള്ളത്, അതായത് HSC കേരളയാണോ, VHSC കേരളയാണോ, ISC ആണോ, CBSE ആണോ, THSC ആണോ എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ സ്ട്രീം ഏതാണ്, നിങ്ങളെടുത്ത സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ എന്നുള്ള കാര്യം കൊടുക്കുക. ദെൻ ഇയർ ഓഫ് പാസിംഗ്, നിങ്ങളുടെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ഇയർ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എത്ര തവണ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്, അതായത് നിങ്ങൾ പാസ്സാവാൻ വേണ്ടിയിട്ട് അരിയേഴ്സോ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്ന കാര്യം, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു എക്സാമിനേഷൻ്റെ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. +2ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അതിൽ കൊടുക്കുക. ദെൻ അറബിക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുന്ന സെക്കൻഡറി സബ്ജക്റ്റായിട്ട് അറബിക് നോളജും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് ആൻഡ് ചേഞ്ച് ഓപ്ഷൻസ് ആണ് വരിക. അതായത് നിങ്ങൾക്ക് 20 ഓപ്ഷനുകൾ
കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മെയിനായിട്ടും ഈ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊക്കെ കോളേജുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി അത് 20 കോളേജുകളും ആ കോഴ്സുകളും നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കണം ഈ ഒരു പേജ് നിങ്ങൾ ഫില്ല് ചെയ്യണം. 20 ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നില്ല, പെട്ടെന്ന് ആ ഒരു 20 കോഴ്സും സെലക്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ 20 കോളേജുകളും ആ കോളേജുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് അതിന് മറ്റ് ഇതൊന്നുമില്ല, നിങ്ങൾ സൈറ്റിൽ തന്നെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഈ രജിസ്ട്രേഷൻ്റെ ഇതിൽ തന്നെ UGയുടെ രജിസ്ട്രേഷൻ ടാബിൽ ആ ഒരു ഹോം പേജിൽ തന്നെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ആൾസോ നമ്മുടെ ഈ ഒരു AS മീഡിയയുടെ യൂട്യൂബ് ചാനലിലും ഓരോ കോഴ്സ് ബേസ് ഏതൊക്കെ കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 20 ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അത് സേവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പം അവിടെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിനുള്ള ടൈമാണ്. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പം ജനറൽ SCBC കാൻഡിഡേറ്റ്സിന് 600 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 350 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മറ്റുള്ള ഓപ്ഷൻ വരെ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ചെക്കോ ചെല്ലാനോ അതൊന്നും തന്നെ അംഗീകരിക്കുന്നതായിരിക്കില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ജനറൽ SCBC കാൻഡിഡേറ്റ്സിന് 600 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 350 രൂപയുമാണ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അതിനകത്ത് ഫോട്ടോ എന്ന് പറയുമ്പോൾ അതിന് 150 പിക്സൽ 200 PS വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. 40 KB ആയിരിക്കണം, JPG ഫോർമാറ്റ് ആയിരിക്കണം. ഇനി ഫോട്ടോ വളരെ ക്ലിയർ ആയിരിക്കണം, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി സിഗ്നേച്ചറിൻ്റെ കേസും പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. 150 പിക്സൽ 60 പിക്സൽ വിഡ്ത്തിൻ്റെ ഹൈറ്റാണ് പറയുന്നത്. ദെൻ 40 KB JPG ഫോർമാറ്റ് ആയിരിക്കണം. ദെൻ ഇത് രണ്ടും അപ്ലോഡ് ആയതിനു ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾ കൊടുത്ത ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഈ കൊടുത്ത ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർഫേസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പ്രിവ്യൂ ആൻഡ് വെരിഫൈഡ് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഡീറ്റെയിൽസ് കൊടുത്തത് നിങ്ങൾ പ്രിൻ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ കാര്യം മറക്കരുത്. നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയുമാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ ടാബ് യൂസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് കൊണ്ട് ലോഗിൻ ചെയ്യുക. സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം അക്കാഡമിക് പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ടൈമാണ്. ആ ഒരു ഓപ്ഷൻസ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് നടത്തുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. വെരിഫൈ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുക്കുക. സോ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ട മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻ ഈ ഒരു അഡ്മിഷൻ ബേസ്ഡുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.